ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 5ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം 7 ആക്ടിവിറ്റീസാണ് നമുക്കുള്ളത്. അതിൽ നമ്മൾ 5 ആക്ടിവിറ്റീസ് എഴുതിയാൽ മതി. ആദ്യത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കിയാൽ ഒരു 4 പിക്ചേഴ്സ് കാണാം അല്ലേ. അവിടെ ഓരോരുത്തരും ഓരോ ജോലിയിൽ ഏർപ്പെട്ടതായിട്ട് കാണാം. നമുക്ക് ആദ്യത്തേത് ഒരു കച്ചവടമാണ്, ഒരു പച്ചക്കറി കച്ചവടം. രണ്ടാമത്തേത് കണ്ടക്ടറാണ്. മൂന്നാമത്തെ ചുമട്ട് തൊഴിലാളിയാണ്. നാലാമത്തേത് മാസൺ ആണ്. ഇങ്ങനെ 4 വ്യത്യസ്തമായിട്ടുള്ള ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാരെയാണ് നാം കാണുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്: ഈസ് എംപ്ലോയ്മെൻറ്റ് ഈസ് ദ ഓൺലി സോഴ്സസ് ഓഫ് ഇൻകം ഫോർ എ ഫാമിലി. അപ്പോൾ എംപ്ലോയ്മെൻറ്റ്, ഈ ജോലി ചെയ്യൽ മാത്രമാണോ ഒരു ഇൻകം, ഫാമിലീൻ്റെ ഇൻകം എന്ന് പറയുന്നത്? റൈറ്റ് ഷോർട്ട് നോട്ട് എക്സ്പ്രസിങ് യുവർ ഒപ്പീനിയൻ. പിന്നെ അടുത്ത ചോദ്യം: ലിസ്റ്റ് ദ റീസൺസ് ഫോർ ദ വേരിയസ് എക്കണോമിക് ഇൻഇക്വാളിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി. അപ്പോൾ നമുക്ക് എന്തെഴുതാം? നോ എംപ്ലോയ്മെൻറ്റ് ഈസ് നോട്ട് ഓൺലി സോഴ്സ് ഓഫ് ഇൻകം ഫോർ എ ഫാമിലി. എംപ്ലോയ്മെൻറ്റ് മാത്രമല്ല സോഴ്സ് ഓഫ് ഇൻകം. ബിസിനസ് എഴുതാം, ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതാം, റെൻറ്റ് ഓർ പ്രോപ്പർട്ടി ഓഫ് ഇൻകം, ഗവൺമെൻറ് സപ്പോർട്ട് ഓർ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്. അപ്പോൾ ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി അടുത്തത് ലിസ്റ്റ് ദ റീസൺസ് ഫോർ various economic inequalities that exist in society. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ റീസൺസ് ഫോർ വാരിയസ് ഇൻഇക്വാലിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി. അപ്പോൾ നമുക്ക് എന്തെല്ലാം എഴുതാം? നമ്മുടെ സൊസൈറ്റിയിൽ ഇൻഇക്വാലിറ്റീസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് എഴുതാം: ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ജെൻഡർ, റിലീജിയൻ ഓർ സോഷ്യൽ സ്റ്റാറ്റസ്. ഡിസ്ക്രിമിനേഷൻ എഴുതാം. അതേപോലെ തന്നെ അൺഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ അതേപോലെ ലിമിറ്റഡ് ആക്സസ് ടു ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ പ്ലാനറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ. നെയിം ദ പ്ലാനറ്റും അതേപോലെ പ്ലാനറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കുമാണ്. അപ്പോൾ മാർസിൽ നമുക്ക് എന്തെല്ലാം എഴുതാം? റെഡിഷ് അപ്പിയറൻസ് എന്ന് എഴുതാം. അതേപോലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് സാറ്റേൺ ആണ്. യുറാനസിനെ നമുക്ക് 7th പ്ലാനറ്റ് എന്ന് എഴുതാം. അതേപോലെ നോൺ മോർണിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന വീനസ് ആണ്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എന്ന് വെച്ചാൽ സൺ ഈസ് എ സ്റ്റാർ ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ അടുത്തത് ഇനി റൊട്ടേഷനും റെവല്യൂഷനെയും കുറിച്ചാണ്. ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്. അതെന്താണ്? റൊട്ടേഷനാണ്. ഓക്കെ. കംപ്ലീറ്റ് 1 റെവല്യൂഷൻ ഇൻ 365 1/4 ഡേയ്സ്. അത് റെവല്യൂഷനാണ്. സീസൺ ഒക്കറും റെവല്യൂഷനാണ്. ഇറ്റ് ഇൻവോൾവ്സ് റൗണ്ട് ദ സൺ ഇൻ എ ഫിക്സഡ് ഓർബിറ്റ്. ഓക്കെ. ഇറ്റ് ടേക്സ് 23 hours 54 minutes. അത് എന്താണ്? റൊട്ടേഷനാണ്. ദ സൺ അപ്പിയേഴ്സ് ടു റൈസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അതും റൊട്ടേഷനാണ്. ഇത് റെവല്യൂഷനാണ്. അപ്പോൾ കാറ്റഗറൈസ് ചെയ്ത് എഴുതുക. ഓക്കെ. അപ്പോൾ ഇത് 3, അതായത് ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്. അതേപോലെ തന്നെ ഇറ്റ് ടേക്സ് 23 hours 56 minutes. അതൊക്കെ റൊട്ടേഷനാണ്. സൺ അപ്പിയേഴ്സ് ടു റൈസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ് ഇൻ ദ, അതും റൊട്ടേഷനാണ്. പിന്നെ 365 ദിവസം, അത് സീസൺസ് ഒക്കറും റെവല്യൂഷനാണ്. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ സൺ ഇൻ എ ഫിക്സഡ് ഓർബിറ്റ്. ഇനി അടുത്തത്: എ ചൈൽഡ് ലിവിങ് ഇൻ കേരള വാച്ചസ് ദ നൈറ്റ് ലൈവ് ടെലികാസ്റ്റ് ഓഫ് ദ കോപ്പ അമേരിക്ക മാച്ച് taking place in the New York, USA during the which movement of the earth is for this. അപ്പോൾ അതിന് കാരണം എന്താണ്? റൊട്ടേഷനാണല്ലേ. അതിന് റൊട്ടേഷനാണ്. അതായത് ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ഒക്കർ ചെയ്യുന്നത് റൊട്ടേഷൻ കാരണമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒക്കെ റൊട്ടേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 4.
എന്താണ് ലോ ഈസ് ആക്സെപ്റ്റഡ് എ സെറ്റ് ഓഫ് റൂൾസ് laid down for the existent and smooth functioning of society. Complete the diagram related to laws. Unwritten laws, law formulated by legislative bodies. അപ്പോൾ അൺറിട്ടൺ ലോസിൽ നമുക്ക് പറയുന്നത് എന്താണ്, നമ്മുടെ കസ്റ്റംസ്, നമ്മുടെ ബിലീഫ്, നമ്മുടെ വിശ്വാസങ്ങൾ, അതുമായിട്ടുള്ള ബിലീവ്സ്, ഇതാണ് നമ്മുടെ അൺറിട്ടൺ ലോ. അതായത് പണ്ട് ചൈൽഡ് മാരേജ് അതൊക്കെ നമുക്ക് എഴുതാം, ചൈൽഡ് മാരേജ് എന്നൊക്കെ എഴുതാം, സതി, അങ്ങനെയുള്ള കുറേ ലോസ് പ്രിവൈൽ ചെയ്തിരുന്നു പണ്ട്. അപ്പോൾ അതൊക്കെ അൺറിട്ടൺ ആണ്. ലോസ് ഫോർമുലേറ്റഡ് ബൈ ലെജിസ്ലേറ്റീവ് ബോഡീസ് എന്നുള്ളതിൽ നമുക്ക് എന്ത് എഴുതാം, ട്രാഫിക് റൂൾസ് എന്ന് സിമ്പിളായിട്ട് എഴുതാം. അപ്പോൾ 2 തരം റൂൾസ് ഉണ്ട്. ഒന്ന് ട്രാഫിക് റൂൾസ്, അങ്ങനത്തെ പോലെ റിട്ടേൺ ആയിട്ടുള്ള റൂൾസും അതേപോലെ തന്നെ അൺറിട്ടൺ ആയിട്ടുള്ള റൂളും. ഓക്കെ, ഇനി അടുത്ത റൈറ്റ് ടു റൂൾസ് ഓർ ഗൈഡ്ലൈൻസ് ദാറ്റ് ചിൽഡ്രൻ മസ്റ്റ് ഫോളോ ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ സ്കൂൾ. അപ്പോൾ നമ്മളത് പഠിച്ചതാണല്ലേ, നമ്മൾ കറക്റ്റ് ടൈമിനെത്തുക, യൂണിഫോമൊക്കെ നമ്മൾ പാലിക്കുക, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോസിൽ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. വിച്ച് ലോ ഈസ് റിലേറ്റഡ് ടു ചിൽഡ്രൻ റൈറ്റ്സ്? അപ്പം ചൈൽഡ് റൈറ്റ്സ് ആക്ട് ആണ്. ഇനി അടുത്ത ആക്ടിവിറ്റി 5 എന്താണ്? ആക്ടിവിറ്റി 5, ഫുഡ് ഈസ് ദ ബേസിക് റൈറ്റ് ഓഫ് എവരി ഹ്യൂമൻ ബീയിങ്. അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബേസിക് റൈറ്റ് ആണ്, ഒരു ഹ്യൂമൻ്റെ ബേസിക് റൈറ്റ് ആണ് എന്ത്, ഫുഡ് എന്ന് പറയുന്നത്. ദർ ആർ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഇൻ എവരി പാർട്ട് ഓഫ് ദ വേൾഡ് ഹു ഡു നോട്ട് ഗെറ്റ് എ സിംഗിൾ മീൽ. അപ്പോൾ നമ്മുടെ ലോകത്ത് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഫുഡ് ഡേ? വേൾഡ് ഫുഡ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ്? അപ്പോൾ നമുക്കറിയാം കുറേ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഒക്ടോബർ 16 ശരിയായ ഉത്തരം. പിന്നെ റൈറ്റ് നോട്ട് ഓൺ ദ റീസൺസ് ഫോർ പോവർട്ടി ആൻഡ് സ്റ്റാവേഷൻ. ഈ പോവർട്ടിക്കും അതേ പട്ടിണിക്കും ഈ വിശപ്പിനൊക്കെ കാരണം എന്താണ്? ഇൻഇക്വാലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് എഴുതാം, ഇൻഇക്വാലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഴുതാം. പിന്നെ അതേപോലെ തന്നെ ലാക്ക് ഓഫ് ആക്സസ് ടു എഡ്യൂക്കേഷൻ എല്ലാവർക്കും ആക്സസബിൾ അല്ല, അപ്പോൾ നമുക്ക് അത് എഴുതാം, ലാക്ക് ഓഫ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ എന്താണ്, ഇൻഇക്വാലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഴുതാം. അതേപോലെ തന്നെ ലിമിറ്റഡ് ആക്സസ് ടു ഹെൽത്ത് കെയറിനോട് എല്ലാവർക്കും ഒരേപോലെ ഹെൽത്തിൻ്റെ കെയറൊന്നും കിട്ടണമെന്നില്ല. ലാക്ക് ഓഫ് ന്യൂട്രീഷൻ എഴുതാം. അങ്ങനെ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ എഴുതാം. ഇനി പ്ലക്കാർഡ്സ് എഴുതാനാണ്. ഇതിൽ 2 കണക്ഷൻ വിത്ത് വേർഡ് പ്ലക്കാർഡ്സ് ഇൻ ദ റാലി. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, അതിൽ 2 മെസ്സേജ് നമ്മൾ എഴുതണം. നമുക്ക് എന്താ എഴുതാം, ഫുഡ് ഫോർ ഓൾ അല്ലേ, ഫുഡ് ഫോർ ഓൾ എന്ന് എഴുതാം. പിന്നെന്താണ്, Together we can eradicate hunger. നമുക്ക് പട്ടിണിയെ തുടച്ചു നീക്കാം. ഇറാഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ പട്ടിണിയെ തുടച്ചു നീക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് സ്ലോഗനായിട്ട് എഴുതാം. ഇനി ആക്ടിവിറ്റി 6 എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അബൌട്ട് റിവേഴ്സ് ഈസ് കറക്റ്റ്. അപ്പോൾ റിവറിനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചെണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് കറക്റ്റ് എന്നത് നമ്മൾ ഇന്നലെ ലാസ്റ്റ് ടൈമിലിട്ട ഒരു വീഡിയോയിൽ ഞാൻ ഇത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ 8 മണിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിലുണ്ടായിരുന്നു ഇതിൻ്റെ കറക്റ്റ്. അപ്പോൾ അത് തന്നെ ക്വസ്റ്റ്യന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്, നമ്മൾ ഒരുപാട് റിവേഴ്സിനെ പറ്റിയിട്ട് അവിടെ സ്റ്റേറ്റ്മെൻറ്റ്, മോസ്റ്റ് ഓഫ് ദ റിവേഴ്സ് കേരള ഫ്ലോ വെസ്റ്റ് ടു ഈസ്റ്റ്. അത് ശരിയാണോ? നമ്മുടെ റിവേഴ്സൊക്കെ നമ്മൾ, അപ്പോൾ ഇത് തെറ്റാണ്. മോസ്റ്റ് ഓഫ് ദ റിവേഴ്സ് കേരള ഫ്ലോ ഫ്രം ദ ഈസ്റ്റ് തെറ്റാണ്. റിവേഴ്സ് ഇൻ കേരള ഒറിജിനേറ്റ് ഫ്രം ഹൈലാൻഡ്സ് അത് ശരിയാണ്. മോസ്റ്റ് ഓഫ് ദ കേരള ഫ്ലോ ടു ദ ബേങ്ക് തെറ്റാണ്. റിവേഴ്സ് ഇൻ കേരള ഫ്ലോ അബണ്ടൻ്റ്ലി ത്രൂ ഔട്ട് ദ ഇയർ അതും തെറ്റാണ്. അപ്പോൾ ശരിയായ ഉത്തരം ഇതിൽ ആകെ ഒന്നുള്ളൂ, ബി ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇനി അടുത്തത് എന്താണ്, ഗവൺമെൻറ് സ്കീംസ് ആണ്. ഗവൺമെൻറ് സ്കീംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. ഇനി ഞാൻ ഒഴുകട്ടെ, തെളിനീരൊഴുകും നവകേരളം, ജലജീവൻ മിഷൻ, ഇതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ ഇനി ഞാൻ ഒഴുകട്ടെ എന്നത് ഹരിത കേരളം മിഷൻ്റെ ഒരു പ്രോജക്റ്റാണ്. അതേപോലെ തെളിനീരൊഴുകും നവകേരളം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സെൽഫ് ഗവൺമെൻറ് ആണ്. ജൽജീവൻ മിഷൻ എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇനി നമുക്ക് പ്രിവെൻറ്റ്
വാട്ടർ പൊല്യൂഷൻ അതിനുള്ള എന്തെങ്കിലും എഴുതാനാണ് 2-3 മെത്തേഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വാട്ടർ പൊല്യൂഷൻ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. അപ്പോൾ 2 മെത്തേഡ് എഴുതിയാൽ മതി. എന്തൊക്കെ എഴുതാം നമുക്ക്? പിന്നെ പ്രോപ്പർലി ഡിസ്പോസ് ഓഫ് വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കൺസേർവ് വാട്ടർ, പിന്നെ എന്താണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ക്രിയേറ്റ് അവയർനെസ് ക്യാമ്പയിൻസ്, ഇതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആക്ടിവിറ്റി 7 A സേഫ് ആൻഡ് സെക്യൂർ ചൈൽഡ്ഹുഡ് ഈസ് ദ റൈറ്റ് ഓഫ് എവറി ചൈൽഡ്. ദർ ആർ several laws and systems in place to protect child health, child rights. Question ഇതാണ്: ലിസ്റ്റ് ദ മെയിൻ നെസസറി ടു പ്രിപ്പയർ വാൾ മാഗസിൻ ഇൻ ദ ക്ലാസ് ഓൺ ചൈൽഡ് റൈറ്റ്സ്. അപ്പോൾ നമുക്ക് ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ച് നിങ്ങളെ കൊണ്ട് ഒരു പിന്നെ വാൾ മാഗസിൻ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്തൊക്കെ എഴുതേണ്ടത്? നമുക്ക് വാൾ മാഗസിൻ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചൈൽഡ് റൈറ്റിനെ പറ്റിയിട്ടുള്ള ലോസൊക്കെ നമുക്ക് എഴുതാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ചൈൽഡ് ലേബർ ആക്ട്. ചൈൽഡ് ലേബർ ആക്ട് ആയിട്ട് ഏത് ഡേ ആണ് ഒബ്സർവ് ചെയ്യുന്നതെന്നാണ് ചൈൽഡ് ലേബർ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ചൈൽഡ് ലേബർ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ഏതാണെന്ന് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നവംബർ 20 ആണോ, നവംബർ 14 ആണോ, ജൂൺ 12 ആണോ, സെപ്റ്റംബർ 5 ആണോ? അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? ജൂൺ 12 ആണ്.